ഹലോ. അപ്പൊ ഇന്നൊരു ഡേ ഔട്ട് ആയാലോ? അപ്പൊ ഇന്ന് ഞാൻ എന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. തൃശ്ശൂരാണ്. അപ്പൊ സായി അതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് ഇതുവരെ ചേച്ചിയുടെ പിള്ളേരെ കാണാൻ വേണ്ടി പോയിട്ടില്ല. അപ്പൊ ബസ്സിലാണ് കേട്ടോ പോണേ. ഇന്ന് മൊത്തം നല്ല മഴയായിരുന്നു കേട്ടോ. നാട്ടിലെത്തിയപ്പോ മുതൽ പിള്ളേർ വിളിക്കുകയാണ് കേട്ടോ, മേമ വായോ വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നാണ് ഫ്രീ ആയേ. അപ്പൊ ഇന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ തൃശ്ശൂർ വരെ നമ്മൾ ബസ്സിലാണ് കേട്ടോ പോയെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓട്ടോ വിളിച്ചു. ഞാനും അമ്മയും സായും ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ തൃശ്ശൂർ എത്തിയപ്പോഴേക്കും മഴയൊക്കെ പോയി, വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. തുമ്പിക്കുട്ടി ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. തുമ്പി എന്ന് പറയുന്നത് എന്റെ ചേച്ചിയുടെ ചെറിയ മോളാണ് കേട്ടോ. കുറെ നാൾക്ക് ശേഷം കണ്ട സന്തോഷത്തിലായിരുന്നു കേട്ടോ അവര്. ചേച്ചിക്കുട്ടി അനിയത്തിക്കുട്ടിക്ക് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് പോയ വഴിക്ക് തന്നെ അവര് കളി തുടങ്ങി. ചെരുപ്പൂരാൻ പോലും സായി സമ്മതിച്ചില്ല കേട്ടോ. അവര് രണ്ടുപേരും പിന്നെ പെട്ടെന്ന് സെറ്റ് ആയിട്ടോ. കുറച്ചു നേരമൊക്കെ ഇരുന്ന് കളിക്കും, അത് കഴിഞ്ഞ് അടിയാവും, പിന്നെയും സെറ്റ് ആവും. അങ്ങനെയാണ് കേട്ടോ അവര്. അതിന്റെ ഇടയിൽ മിറർ കണ്ടപ്പോ ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തു. ഒരു രസമല്ലേ. അപ്പേക്ക് ഋഷുട്ടൻ സ്കൂൾ വിട്ട് എത്തിട്ടോ. ചേച്ചിയുടെ മൂത്ത മോനാണ് ഋഷികേഷ്. അവന് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ ട്യൂഷന് പോലാണ് പതിവ്. പക്ഷെ ഇന്ന് ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൻ വെറുതെ ഒന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാട്ടോ. അപ്പൊ തന്നെ അവൻ പോവുകയും ചെയ്തു. സായു ചേട്ടന് ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ പാർട്ട് 2 കാണാം. അപ്പൊ ഓക്കെ, ബൈ.